ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2026 പകുതി ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞേക്കാണ്. 6 മാസം കൊണ്ട് 120-ലധികം ചിത്രങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് മാത്രം തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ അതിൽ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു 6 മാസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. ഏതൊക്കെ ചിത്രങ്ങൾ വിജയിച്ചു, ഏതൊക്കെ ചിത്രങ്ങൾ പരാജയപ്പെട്ടെന്നൊക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2026 തുടക്കത്തിൽ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് എത്തിയത്. 2025 ക്രിസ്മസ് റിലീസായിട്ട് പ്രദർശന വിജയം നേടി നിവിൻ പോളി അഖിൽ സത്യൻ കൂട്ടുകെട്ടിലെത്തിയ സർവ്വമായായിരുന്നു പുതുവർഷത്തിൽ ആദ്യം വരവേറ്റ ചിത്രം. ജനുവരി 20 ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ റിംഗ് റെസ്ലിംഗിനെ ആസ്പദമാക്കി അദ്വൈത് നായർ ഡയറക്ട് ചെയ്ത മലയാള ചിത്രമായിരുന്നു ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ. അർജുൻ അശോകൻ അടക്കം യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളും എത്തിയിട്ടുണ്ടെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രം സ്വന്തമാക്കി തിയേറ്ററിൽ വിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ജനുവരി മാസം തുടക്കത്തിലെത്തിയ ചിത്രം നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഫെബിൻ സിദ്ധാർത്ഥ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് ആവറേജ് വിജയം സ്വന്തമാക്കി ചിത്രം തിയേറ്ററിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ജനുവരിയിൽ ഒരു സർപ്രൈസ് ഹിറ്റ് കിട്ടിയ ചിത്രം വിജേഷ് പാണത്തൂർ അണിയിച്ചിരിക്കുക ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആകെ ഈ 3 ചിത്രങ്ങൾ മാത്രമാണ് ജനുവരി മാസത്തെ ഹിറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രങ്ങൾ. അതേസമയം വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ബിജു മേനോൻ ജോജി ജോർജ് കൂട്ടുകാരിൽ എന്ന് വെച്ചാൽ ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുക വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ. എന്ന ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറുകയായിരുന്നു. അതേസമയം ഫെബ്രുവരി മാസത്തിലാണ് കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയത്. 27 ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും ഒരു ചിത്രത്തിനും ഒരു കാര്യമായിട്ടുള്ള വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. വലിയ പ്രതീക്ഷകളോടെയാണ് നിരവധി ചിത്രങ്ങൾ എത്തിയത്. എബ്രിഡ് ഷൈൻ അണിയിച്ചൊരുക്കിയ സ്പാ, അതോടൊപ്പം രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും, അതോടൊപ്പം കൃഷ്ണാന്ത് സംവിധാനം ചെയ്ത മസ്തിഷ്ക മരണം, അതോടൊപ്പം തന്നെ ഭാവന റഹ്മാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മാറാത്ത് അണിയിച്ചൊരുക്കിയ അനോമി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഫെബ്രുവരി മാസം തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസ് പരാജയങ്ങളായിട്ട് മാറി. പിന്നീട് OTT-ലെത്തിയ ശേഷം പല ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജയറാമും കാളിദാസ് ജയറാമും ഒന്നിച്ച ആശകളായിരം എന്ന് പറയുന്ന സിനിമ വമ്പം പരാജയമായി. അതോടൊപ്പം തന്നെ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ബേബി ഗേൾ എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസം പേരിന് പറയുമ്പോൾ ഒരു ഹിറ്റില്ലാത്ത മാസമായിട്ട് മാറുകയായിരുന്നു. അതേസമയം മാർച്ച് മാസമാണ് ഭേദപ്പെട്ട ഒരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ച് മാസം 17 ചിത്രങ്ങളാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ എന്തായിരുന്നു? ജയസൂര്യ മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഒന്നിച്ച ആട് 3 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രം മലയാള 2026 ആദ്യത്തെ 100 കോടി ചിത്രം നേടി ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറി. ഫാന്റസി കോമഡി ജോണറിൽ അണിയിച്ചൊരുക്കിയ ചിത്രം 100 കോടി കളക്ഷൻ നേടിയപ്പോൾ ജയസൂര്യയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറി. മാർച്ചിൽ പിന്നീടെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ പരാജയമായിട്ട് മാറി. പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായിട്ടെത്തിയ പ്രതിച്ഛായ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയെങ്കിലും ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്ത അഷ്കർ അലി നായകനായിട്ടുള്ള സംഭവ അധ്യായം 1 എന്ന് പറയുന്ന സിനിമ അവതരണത്തിലെ പുതുമ കൊണ്ട് പ്രേക്ഷക പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതേസമയം ഏപ്രിൽ മാസത്തിലോട്ടെത്തിയ വളരെ ചുരുക്കം സിനിമകൾ തിയേറ്ററിലോട്ടെത്തിയ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. 13 ചിത്രങ്ങളാണ് ഏപ്രിൽ മാസം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പുതുമുഖ താരനിരയെ വെച്ച് വാഴ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിലെ വൻ വിജയത്തിന് ശേഷം വാഴ 2 ഒരുക്കിയിട്ടുള്ളത്. ഹാഷിർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം സർപ്രൈസ് ആയിട്ട് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിച്ചു. കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 130 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. സമീപകാലത്ത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ പണംവാരി ചിത്രങ്ങളൊന്നായിട്ട് മാറി. വലിയ താരനിരകളൊന്നുമില്ലാതെ പുതുമുഖങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു. സോഷ്യൽ മീഡിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസ് വിജയമായപ്പോൾ സൈജു കുറുപ്പിന്റെ ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ മാസത്തിൽ സർപ്രൈസ് ഹിറ്റ് ലിസ്റ്റ് നേടിയ ഒരു ചിത്രമായിട്ട് മാറി. ഏറെ പ്രതീക്ഷയുടെ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തിയ ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി, അതോടൊപ്പം കുഞ്ചാക്കോ ബോബൻ ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നീ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറുകയായിരുന്നു. അതേസമയം മെയ് മാസം 17 ചിത്രങ്ങളാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത്. ഏറെക്കാലത്തിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒന്നിച്ച മഹേഷ് നാരായണ സംവിധാനം ചെയ്ത പാട്രിയോട്ടോട് കൂടിയാണ് മെയ് മാസം തുടങ്ങിയത്. ആദ്യ ദിനങ്ങളിൽ മികച്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം എന്ന സമ്മിശ്ര അഭിപ്രായത്തെ തുടർന്ന് ആവറേജ് ഹിറ്റായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് വെച്ച് കണക്കാക്കുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായി എന്ന് വേണമെങ്കിൽ പറയാം.
മമ്മൂട്ടിയും മോഹൻലാലിനെയും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം മെയ് മാസത്തിലെ ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അരുൺ അനിരുദ്ധൻ അണിയിച്ചൊരുക്കിയ ബേസിൽ ടൗന കൂട്ടുകെട്ടിൽ ഒന്നിച്ച അതിരടി എന്ന് പറയുന്ന സിനിമയായിരുന്നു. ചിത്രം ഏകദേശം 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ക്യാമ്പസ് കോമഡി എന്റർടൈനറായിട്ടാണ് ചിത്രം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. 2026 മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ചിത്രമായിരുന്നു നാരായണനെ നായകനാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുക ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ് നേടിയ ചിത്രം ബോക്സ് ഓഫീസിന് വൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കി. വീണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുന്ന ഒരു ചിത്രത്തിനെക്കുറിച്ച് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കി. 200 കോടിക്ക് മുകളിൽ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 90 കോടി രൂപയോളം ചിത്രം കളക്ഷൻ സ്വന്തമാക്കി. 17 ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ അതിൽ പല ചിത്രങ്ങളും പരാജയമായി. അതിലെടുത്തു പറയേണ്ട പരാജയം നേരിട്ട ചിത്രം ആന്റണി പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെത്തിയ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതോടൊപ്പം ജൂൺ മാസം തിയേറ്ററിലോട്ട് എത്തിയത് 15 ചിത്രങ്ങളായിരുന്നു. 15 ചിത്രങ്ങളിലും പ്രതീക്ഷയുണ്ടെങ്കിലും ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. അതിലെടുത്തു പറയത്തക്ക ഒരു ഹിറ്റ് കിട്ടിയത് ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം ചിദംബരം അണിയിച്ചൊരുക്കിയ ചിത്രം 2026 ഏറ്റവും മികച്ച ചിത്രമെന്ന വിശേഷണത്തോടെയാണ് തിയേറ്ററിൽ പ്രദർശന വിജയം നേടി മുന്നേറുന്നത്. അതേസമയം ഏറെ പ്രതീക്ഷയോടെ ജൂൺ മാസം തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനവ് സുന്ദർ നായിക അണിയിച്ചിരിക്കുക മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. ചിത്രം ആവറേജ് ഹിറ്റിലൊരുങ്ങി. അതോടൊപ്പം തന്നെ ജൂഡിയിൽ ശ്രദ്ധേയമായിട്ട് മാറിയത് ഇന്ദ്രൻസ് മധുബാല തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന സിനിമയിൽ മികച്ച നിരൂപക പ്രശംസ നേടി. അങ്ങനെ 6 മാസം പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് ഏകദേശം 1000 കോടി കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഇനി ഒരുപാട് ചിത്രങ്ങൾ പ്രതീക്ഷയോടെ എത്താൻ പോവുകയാണ്. അതിന് ഓണം റിലീസായിട്ട് ഐനോബഡി, ഖരീഫ, അയാം ഗെയിം, ബദ്രഹാം കുടുംബ യൂണിറ്റ്, അതോടൊപ്പം തന്നെ അതിമനോഹരം, കത്തന തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഇനി ലൈനപ്പിലുള്ളത്. വരും മാസങ്ങളും ഇതേ വിജയങ്ങൾ ആവർത്തിക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഇനി വരാനുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ 2026 ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.